എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന 3 ഡിഷസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ സാൻഡ്വിച്ചാണ്. രണ്ടാമതായിട്ട് തയ്യാറാക്കുന്നത് ചിക്കൻ റോളാണ്. മൂന്നാമതായിട്ട് ചിക്കൻ സാലഡും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമുക്ക് വൈറലായിട്ടുള്ള ആ ഒരു ചിക്കൻ സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ 2 ചിക്കൻ ബ്രസ്റ്റിന് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മയണൈസ് വെച്ച് തന്നെ ചിക്കൻ സാലഡും കൂടി തയ്യാറാക്കുന്നുണ്ട്. സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഉപ്പ് വെള്ളത്തിലൊരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. വെജിറ്റബിൾസിലേക്ക് അല്പം കല്ലുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒരു 10 മിനിറ്റ് നേരം ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് കിടക്കട്ടെ. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ബ്രസ്റ്റിൻ്റെ വേണമെന്നില്ല, ബോൺലെസ് ആയിട്ടുള്ള ഏത് പീസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ 2 ബ്രസ്റ്റിനെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനകത്ത് ചിക്കനെല്ലാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ചിക്കനിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൽ പകുതി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായൊന്ന് പുരട്ടി യോജിപ്പിക്കാം. അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഈ ഒരു മയണൈസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 5 വെളുത്തുള്ളിയാണ് തൊലി കളഞ്ഞ് ചേർക്കുന്നത്. അടുത്ത തട്ടിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം ബട്ടറാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കേണ്ടത്. ലാസ്റ്റ് തട്ടിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. അപ്പോഴേക്കും അതിൽ സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെയാണ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെച്ച ശേഷം ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചിക്കനും അതുപോലെ തന്നെ മുട്ടയൊക്കെ നന്നായി വെന്ത് കിട്ടുന്നതാണ്. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. നന്നായി ചോപ്പ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജാണ് ചേർക്കുന്നത്. അതിനകത്ത് ക്യാബേജൊക്കെ നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തോ എന്നുള്ളതൊന്ന് നോക്കാം. ഇനി നമുക്കത് തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബാലൻസ് ചിക്കനും അതുപോലെ തന്നെ ഒരു എഗ്ഗ് ഞാൻ താഴത്തെ തട്ടിലൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റീം ചെയ്തെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കാം. ഇതിലേക്ക് രണ്ടാമത്തെ മുട്ടയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 പീസ് ചീസ് സ്ലൈസും കൂടി ചേർക്കുന്നുണ്ട്. 2 സ്ലൈസ്. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റ് വിനീഗറാണ്. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആദ്യം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി മയണൈസൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മയണൈസ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അതുപോലെ തണുത്തിട്ടുള്ള ചിക്കൻ ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചിക്കൻ പീസെല്ലാം നല്ല ഈവനായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിന് വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും ചോപ്പറിലാണ് ചോപ്പ് ചെയ്തത്.
ബാക്കിയുള്ളതെല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സാലഡിന് വേണ്ടിയിട്ട് ലെറ്റ്യൂസും ക്യാപ്സിക്കും കുക്കുംബറും ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ എൻ്റെ പകുതി സവാളയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ക്യാബേജും കൂടി സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ ഈ ചിക്കൻ്റെ പകുതി നമ്മൾ സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതിനുശേഷം വെജിറ്റബിൾസും ചിക്കനും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കുംബറിലും തക്കാളിയിലൊക്കെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ടാണ് ഞാൻ സാൻഡ്വിച്ചിലേക്ക് ചേർക്കാത്തത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അങ്ങനെ ഉപ്പും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മയണൈസ് ചേർക്കാം. അങ്ങനെ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മയണൈസാണ് നമ്മൾ ഈ ഒരു സാലഡിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ മയണൈസും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ സാലഡിലേക്ക് ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രോസൺ സ്വീറ്റ് കോണാണ്. അതിനകത്ത് മയണൈസും എല്ലാ ഭാഗത്തും നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ സാലഡിനകത്ത് ബ്രൊക്കോളിയോ അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ വേവിച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ സാലഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡ് റെസിപ്പിയാണ് ചിക്കൻ സാലഡ്. ഞാൻ എൻ്റെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അല്പം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഈ ചിക്കനിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വലിയൊരു പാത്രത്തിലേക്കാണ് ഈ ഒരു ചിക്കൻ ചേർക്കുന്നത്. അതിനുശേഷം ചിക്കനും വെജിറ്റബിൾസായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ മയണൈസിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ബാക്കി മയണൈസും കൂടി ചേർക്കാം. അതിനകത്ത് മയണൈസും ചേർത്ത ശേഷം വെജിറ്റബിൾസായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള മിക്സും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് ചേർക്കാം. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബ്രെഡിൻ്റെ അരിക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തൊന്നും മാറ്റുന്നില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ ഒരു വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബ്രെഡ് വയ്ക്കാം. ഒരു സൈഡ് മാത്രം ഇപ്പോൾ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ബട്ടർ എല്ലാ ഭാഗത്തേക്കും വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. നന്നായി ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് മിക്സ് വെക്കുമ്പോൾ പിന്നെ സോക്കാവില്ല ബ്രെഡ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റുന്നതാണ്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. എന്താ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു വശം ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മറ്റേ ബ്രെഡിൻ്റെയും ഒരു വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ ഈ മുകളിലാണ് സാൻഡ്വിച്ച് മിക്സ് വെക്കേണ്ടത്. ഞാനത് ചിക്കൻ ഫില്ലിംഗ് ഒക്കെ നന്നായി വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത ബ്രെഡ് വെച്ച് ഒന്ന് കവർ ചെയ്ത ശേഷം ഒന്ന് പ്രസ് ചെയ്യാം. ഇനി ഇരുവശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇരുവശവും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു വശം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറുവശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇരുവശവും ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്കത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അതിന് സാൻഡ്വിച്ചൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡിഷാണ് ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇപ്പോൾ കുബ്ബൂസാണ് എടുത്തിരിക്കുന്നത്. കുബ്ബൂസോ അതല്ലെങ്കിൽ ചപ്പാത്തിയോ എടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ റോളാണ് നമ്മൾ ഈ ഒരു കുബ്ബൂസ് വെച്ച് തയ്യാറാക്കുന്നത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോള് തയ്യാറാക്കുന്നത്. അത്യാവശ്യം നല്ല ഫില്ലിങ്ങോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു റോള് തയ്യാറാക്കുന്നത്. ഇതുപോലെ 2 സൈഡും മടക്കി എടുത്ത ശേഷം ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനത്തെ നമ്മുടെ ചിക്കൻ റോള് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും കുട്ടികൾ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ലഞ്ച് ടൈമിൽ ഇങ്ങനെ ഒരു റോളായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരേ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 3 ഡിഷസും തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.